ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ഇനിയിപ്പോൾ അധികം കാണാറില്ലല്ലോ. വീഡിയോ ഒക്കെ ചെയ്തിട്ടും കുറേ ആയി. പിന്നെ ഇടയ്ക്ക് ഓരോ ഷോർട്സ് ഇടുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കിച്ചണൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ പുതിയ സ്ഥലത്തെത്തി. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പുതിയ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ നമ്മളെ പുതിയ കിച്ചണിൽ ഞാൻ ഇന്ന് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ദിവസമായി ഇവിടെ എത്തിയെങ്കിലും ഗ്യാസോ ഇൻഡക്ഷനോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗ്യാസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം പ്രേമിൻ്റെ ബാംഗ്ലൂരിലൊരു സ്റ്റാഫ് ഇൻഡക്ഷൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ വെക്കുകയാണ് കേട്ടോ. ഒരു 3 ദിവസം അടുപ്പിച്ചിട്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്വിഗ്ഗിയും സൊമാറ്റോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് അതിൽ ഓർഡർ ചെയ്യും. ചായ ഇപ്പോൾ അതിൽ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെന്തായാലും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇടയ്ക്ക് 1-2 ദിവസം നമ്മൾ പുറത്ത് പോയിട്ട് കുടിച്ചായിരുന്നു. വൈകുന്നേരം ചായ കുടിച്ചായിരുന്നു. പിന്നെ നൈറ്റ് തട്ടുകടയിൽ പോയിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, എനിക്ക് ഭയങ്കര ഞാൻ ചായപ്രാന്തിയാണ്. ഏത് ചൂടുള്ള സമയമാണെങ്കിലും എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഒരു നേരമെങ്കിലും ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെയുള്ള ഞാൻ ഒരു 2-3 ദിവസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ, ഒട്ടും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാകെ ഭ്രാന്ത് കെട്ടിയ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രേമ ഇത് കൊണ്ടുവന്നത്. തൽക്കാലത്തേക്കൊരാശ്വാസമായി. അപ്പം അങ്ങനെ ചെറിയൊരു വെപ്പും കൂടിയൊക്കെ തുടങ്ങിയെന്ന് പറയാം. പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം ഗ്യാസൊക്കെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റാവാൻ. പിന്നെ ഫ്രിഡ്ജും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് വാങ്ങിച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ. അല്ലെങ്കിൽ എല്ലാം മോശമായി പോകത്തില്ലേ. അതുകൊണ്ട് പിന്നെ ഒന്നും കാര്യമായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ. അങ്ങനെ ഉള്ളിനെ കൊണ്ട് ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ അന്ന് പോയിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാനിവിടെ എത്തി. ഒരുവിധം കുഴപ്പമൊന്നുമില്ല, എല്ലാവരുമായിട്ട് സെറ്റായിട്ടുണ്ട്. അല്ലുവിന് ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആണ് കേട്ടോ. കാരണം അവൾക്ക് ഇവിടെ തന്നെ ഈ വില്ലയിൽ തന്നെ പൂള് വരുന്നുണ്ട്. അപ്പോൾ അവളിപ്പോൾ അവിടെ സ്വിമ്മിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് അവൾ ഹാപ്പിയാണ്. അങ്ങനെ കളിക്കാനൊക്കെ പോകാനോ അങ്ങനെ പരിചയപ്പെടാനൊക്കെ അവിടെ നിന്ന് പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ അവൾ ഹാപ്പിയാണ്. എനിക്കിപ്പോഴും കൊല്ലം വീട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു അന്തരീക്ഷമല്ല ഇവിടെ. എന്നാലും ഇവിടെ വളരെ നല്ലത് തന്നെയാണ്, എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ നിന്നൊരു സ്ഥലം മിസ് ചെയ്യുമല്ലോ നമുക്ക് എന്തായാലും. അപ്പോൾ അവിടുന്ന് ഞാൻ എന്നും എൻ്റെ മനസ്സിങ്ങോട്ടേക്ക് എത്തിയില്ല. അപ്പോൾ അതും ഓക്കെ ആവും, കാലക്രമേണ അതും ഓക്കെ ആവും. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഓക്കെ ആവുമായിരിക്കും. ഇവിടുത്തെ ആലോചിച്ചിട്ടായിരിക്കും എനിക്ക് അന്നേരം വിഷമം. അപ്പോൾ അത് നമ്മളിപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റും. അങ്ങനെ കഥയൊക്കെ കഴിഞ്ഞു. എൻ്റെ ചായയും കേക്കും റെഡി. ബൈ.